ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തേങ്ങയും കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആദ്യം തന്നെ 1 കപ്പ് റവ ചേർക്കുന്നുണ്ട്. ഇത് വറുത്തതോ വറുക്കാത്തതോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഇതിലേക്ക് ഞാനൊരു കഷ്ണം ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഞാനിപ്പോ വലിയ ഉള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോ ഒരു ഗ്ലാസ് മുഴുവനും ചേർക്കുന്നുണ്ട്. വെള്ളത്തിന്റെ അളവ് എന്ന് വെച്ചാൽ ഈ തേങ്ങയിൽ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് നന്നായിട്ട് ദോശമാവിന്റെ ഒരു അരി പോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചേർത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ദോശയിൽ ഒഴിക്കുന്ന പോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനും വളരെ തന്നെ എളുപ്പമാണ്. അപ്പൊ നമുക്ക് കറിയില്ലാതെ തന്നെ ഇത് കഴിക്കാം. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ അഭിപ്രായങ്ങളെല്ലാം ഫീഡ്ബാക്കിലൊന്ന് അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ആക്കി കൊടുക്കും വേണം. അപ്പൊ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.